തുടക്കത്തിൽ 5 വ്യോമാക്രമണം നടത്തി ട്രൂസ് ഡീലും ഒപ്പുവെച്ച് കൈകൊടുത്ത് പിരിഞ്ഞിരുന്നെങ്കിൽ ഇസ്രായേലിന് പറയാമായിരുന്നു, ഞങ്ങൾ ഹമാസിനെ വിറപ്പിച്ചു, അവരൊടുവിൽ ഞങ്ങൾ ബന്ദികളെ വിട്ടുതന്നു എന്ന്. ഇതിപ്പോ ഹമാസ് വിറച്ചതുമില്ല, വിറയ്ക്കുന്നതും ഭയക്കുന്നതും ഓടുന്നതും ഇസ്രായേൽ സൈനികരാണ്. ധൈര്യമെന്ന് പറഞ്ഞ് ഇസ്രായേൽ കാണിക്കുന്നത് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നു തള്ളുന്ന ഭീരുത്വമാണ്. മൊസാദ് ആണെങ്കിൽ തെക്കുവടക്ക് ഓടുകയാണ്. മൊസാദ് തലവൻ പോയിട്ട് ചർച്ച നടത്തിയിട്ട് കുറെ ദിവസമായി, ഇതുവരെ വെടിനിർത്തലിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. ബന്ദികളെ വീട്ടുകിട്ടാൻ സാധിച്ചിട്ടില്ല. വെടിനിർത്തൽ എന്നല്ല ഇസ്രായേലിന്റെ ആവശ്യം, മറിച്ച് ബന്ദികളെ മുഴുവൻ എത്രയും പെട്ടെന്ന് സ്വന്തം നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് ഒരു തീരുമാനവും കണ്ടെത്താൻ ഇതുവരെ മൊസാദിന്റെ തലവൻ നേരിട്ട് ഇറങ്ങിയിട്ട് പോലും കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ബന്ദികൾ എവിടെയാണ് ഉള്ളത് എന്ന് സ്കെച്ച് ചെയ്യാൻ കഴിയണം. അതും സാധിച്ചിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭൂലോക തോൽവി എന്ന് ലോകം വിലയിരുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. 3, ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ. ഓരോ ദിവസം കഴിയും തോറും ലോകത്ത് നിന്ന് പ്രതിഷേധം ഇസ്രായേലിനെതിരെ ശക്തമാവുകയാണ്.